ഹാഷ്മി, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ നടുങ്ങിപ്പോകുന്ന വാർത്തകളുടെ ചിത്രമാണ്. ചിലതൊക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഉറപ്പായും കിട്ടുന്ന ദൃശ്യങ്ങളൊന്നും ചില ചിത്രങ്ങളടക്കം ഒന്നും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്തത്രയും ചാലിയാർ പുഴയുടെ തീരങ്ങളിലെ അത്യന്തം ദാരുണമായ ഒരൊറ്റ നോട്ടം മാത്രം നോക്കാൻ കഴിയുന്ന ഒരുപാട് വിഷ്വൽ കിട്ടുന്നു. എസ്കെൻ സങ്കടകരമാണ്, അങ്ങേയറ്റം ദയനീയമാണ്, അങ്ങേയറ്റം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിനും നമ്മൾ കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എസ്കെൻ അക്കാലൊരു തർക്കവുമില്ല. അവിടെ മാത്രമല്ല, എസ്കെൻ ഇപ്പോൾ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലെ 100-ലേറെ വീടുകൾ വെള്ളം കയറിയ വാർത്ത വരുന്നുണ്ട്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിയിലും ആശങ്കപ്പെടുന്ന രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇവിടെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മൂന്നാറിൽ, ഇടുക്കിയിൽ അടക്കം പ്രശ്നങ്ങളുണ്ട്. എസ്കെൻ കേരളം ഒട്ടാകെ മഴക്കെടുതിയിലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ആ വാർത്തകളിലേക്കൊന്നും പോകാൻ സാധ്യമാകാത്തതിന് കാരണം ഈ മേപ്പാടി അല്ലെങ്കിൽ ഈ ചൂരൽമല കേന്ദ്രീകരിച്ച് അസാധ്യമായ രക്ഷാപ്രവർത്തനം, അതിദുഷ്കരമായ അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ചൂരൽമല. എസ് കെ എന്താ ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് വളരെ ചുരുങ്ങിയ, എനിക്ക് അവിടുത്തെ ഒരു ലോക്കൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം ഇങ്ങനെയാണ്. എസ് കെ അവിടെ വളരെ ചുരുങ്ങിയ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ രക്ഷാപ്രവർത്തകരെ കൊണ്ട് മുണ്ടക്കൈ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഡിസാസ്റ്ററിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹെലികോപ്റ്ററുകൾ എത്തിയാൽ മതിയാവുകയുള്ളൂ. 2 ഹെലികോപ്റ്റർ മതിയാവില്ല, കൂടുതൽ ഹെലികോപ്റ്ററുകൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതിയാവുകയുള്ളൂ. അവിടെ ഹെലികോപ്റ്ററുകളിൽ ആൾക്കാർ രക്ഷപ്പെടുത്തിയാൽ അവരെ മാറ്റാൻ അവിടെ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ്, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ റെഡിയാണ്. പക്ഷേ അവിടെ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. എസ് കെ പ്രധാനമായും അവിടെ ഒരു ട്രീ വാലി റിസോർട്ട് എന്നൊരു റിസോർട്ടുണ്ട്. ഈ മുണ്ടക്കൈ മേഖല അത്യാവശ്യം ഹോം സ്റ്റേകളും റിസോർട്ടും ഒക്കെ ഉള്ള ചെറിയൊരു ടൂറിസ്റ്റ് ഒരു സ്ഥലമൊക്കെയാണ്. എസ് കെ അവിടെ ഹോം സ്റ്റേകൾ. രാജേഷ് അട്ടമല കൂടി നമുക്കൊപ്പം ചേരുന്നു. അതായത് മൃതശരീരങ്ങൾ അവിടെ ഒഴുകി നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ആളാണ് രാജേഷ്. രാജേഷ്, എന്താണ് വിവരങ്ങൾ? സാറേ, ഇവിടെ ഞാനിപ്പോ അട്ടമലയുള്ള വ്യക്തിയാണ്. ഞാനിപ്പോ ഉള്ളത് ഈ 13 അവിടെയാണുള്ളത്. അവിടെ ഒരുപാട് മൃതശരീരങ്ങൾ ഒഴുകി പോകുന്നത് രാജേഷ് കണ്ടോ? 4 ഇപ്പൊ എടുത്ത് കറക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 കോടി എടുത്ത് കറക്കി വെച്ചിട്ടുണ്ട്. ഇന്നുള്ളത് അക്കരെ, പുഴേന്റെ അക്കരെയാണുള്ളത്. അവിടെ പോകാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത്രയും ഒഴുക്കാണ്, കുത്തി ഒഴുക്കാണ്. ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ പുഴയിലെ? ഒഴുക്കിന് ഒരു കുറവും കാണുന്നില്ല. അതേ ഒഴുക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങോട്ട് കൂടുതൽ ഇറക്കവും മാത്രമല്ല, 2-3 പുഴ കൂടുണ്ട് ഇവിടെ എത്തുമ്പോ. ഈ 4 മൃതദേഹങ്ങളില് പുരുഷന്മാരാണോ കൂടുതൽ? പുരുഷന്മാരാണ്. ഒരു സ്ത്രീനെയാണ് കിട്ടിയില്ല, ബാക്കിയുള്ള പുരുഷന്മാരാണ്. ഓക്കെ. രാജേഷിന്റെ വീട് അവിടെയാണോ? ഞാൻ അട്ടമലയാണ്. ഇപ്പൊ രാജേഷ് എവിടെയാ നിൽക്കുന്നതെന്നാ പറഞ്ഞേ? ഇപ്പൊ ഞങ്ങൾ 13 വാളത്തിന്റെ അവിടെയാണ് ഉള്ളത്. ഓക്കെ. നിങ്ങൾ രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിലാണോ? രക്ഷാപ്രവർത്തകര് ആരും ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ നാട്ടുകാരുണ്ടോ? ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇവിടെ. ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു പറയുന്ന ഇപ്പൊ നൂറുദ്ദീൻ ചൂരമലയിൽ നിന്ന് നമ്മോട് പറയുണ്ടായി. ഈ കുടുങ്ങിക്കിടക്കുന്ന വീടുകളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വീടുകളിൽ കുടുങ്ങി കിടക്കുന്ന പറഞ്ഞാൽ മുണ്ടക്കായ് സ്കൂൾ റോഡ് ഭാഗങ്ങളാണ്. അതുപോലെ പുതിയ വില്ലേജ് റോഡ്. അവിടെ എത്തിച്ചേരാൻ പറ്റുമോ? അവിടേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ പുഴ, ഈ 2 പുഴ താണ്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. ഈ 2 പുഴയും ഒരു പാലും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പൊ ദൃശ്യത്തിൽ ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പോലെ ഭീമൻ ഉരുളൻ കല്ലുകളാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ദുരന്ത ഭൂമിയിൽ എവിടെയുമുള്ള കാഴ്ചയാണോ രാജേഷ്? നമ്മളിപ്പോ ഈ 18 പുത്തുമല കണ്ടതിനേക്കാൾ ഭയാനകമാണ് ഇപ്പൊ ഈ കാഴ്ച. ഓക്കെ. രാജേഷ്, മറ്റൊരു കാര്യം, ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുള്ള വീടുകളിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്ക് ഈ വീടുകളിൻ്റെ മതിൽ പൊട്ടിക്കാനോ മേൽക്കൂര തകർക്കാനോ ആയുധങ്ങളില്ലാത്ത കാരണം ബുദ്ധിമുട്ടുന്നതാണ് നൂറുദ്ദീൻ ട്രീവാലി റിസോർട്ടിൽ നമ്മൾ പറഞ്ഞത്. വീടുകളിലേക്ക് എത്തിപ്പെടാൻ തന്നെ ഈ ചളിയും ഈ പറഞ്ഞ പാറയും കല്ലും മാറ്റിയതിന് ശേഷം അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ സാറേ. അത് ശരി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണല്ലേ? ഓക്കെ. 4 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഒഴുകി വന്നതാണ് രാജേഷ്. ഇത് മുണ്ടക്കായിന്ന് ഫാക്ടറിയിലൂടെയുള്ള ഭായിമാരാണ് പറയുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട് 2 ആള്. പിന്നെ ബാക്കി 2 എസ്റ്റേറ്റ് തൊഴിലാളികൾ തന്നെയാണ് അത്. കാരണം ഒരു എസ്റ്റേറ്റ് റൈറ്റർ ഭാര്യ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും രാജേഷ്, ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം. രാജേഷ് അട്ടമല പറയുന്നത് പോലെ അവിടെ വളരെ ദുരന്ത സാഹചര്യമാണ്. വയനാട്ടിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. മാത്രമല്ല, എത്ര പേർ മരിച്ചു എന്ന നമുക്കറിയില്ല. രാജേഷിൻ്റെ വാക്കുകൾ തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. അതായത് പുത്തുമലയിൽ നമ്മൾ കണ്ട ദുരന്തത്തെക്കാളും വലിയ വ്യാപ്തിയാണ് ഈ ദുരന്തത്തിന് എന്നാണ് നമ്മുടെ ആദ്യമായി ഒരാൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ 1.5 കിലോമീറ്ററിന് തൊട്ടരികെ ഈ പുത്തുമലയിൽ കണ്ട ഏറ്റവും അപകടകരമായ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ദുസ്വപ്നമായി അവശേഷിക്കുമ്പോൾ മറ്റൊരു മഹാദുരന്തത്തിന് ഈ വയനാടിലെ ഈ പ്രദേശങ്ങൾ സാക്ഷിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഡോക്ടർ ഷാനവാസ്
വിംസ് ആശുപത്രിയിലെ മേപ്പാടി വിംസ് ആശുപത്രിയിലെ ഡോക്ടർ ഷാനവാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഷാനവാസ്, 2 ഡോക്ടർമാർ കൂടി അപകടത്തിൽപ്പെട്ടു എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? 2 പേരാണ്. 2 ഒറീസയിൽ നിന്ന് വന്ന 2 ഡോക്ടർമാരുടെ പേരെന്ന് പറയൂ. ഡോക്ടർ വിഷ്ണു ആൻഡ് ഡോക്ടർ ശ്രുതി പാണ്ഡെ ആൻഡ് ഡോക്ടർ ജിഷ്ണു പ്രസാദ്. ഇവർ 2 പേരാണുള്ളത്. അല്ല, ഇവരെങ്ങനെ അവിടെ വന്ന് പെട്ടതാണ്? ഇവർ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു സർ. ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അവരെ കാണാനില്ലാത്ത അവസ്ഥയാണോ അതോ ആശുപത്രി മിസ്സിംഗ് ആണ്? മിസ്സിംഗ് ആണ്. മറ്റേ ആള് വെന്റിലേറ്ററിലാണ്. ഗുരുതരമായ അവസ്ഥയാണോ ആ ഡോക്ടർക്ക്? ശ്രുതി പാണ്ഡെ അവരുടെ കാര്യം വെന്റിലേറ്ററിലാണ്. ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ്. ഡോക്ടർ ഷാനവാസ്, പൊതുവെ അവിടെ ഇപ്പോൾ എത്ര പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആശുപത്രിയിൽ? നമുക്ക് ഇപ്പോൾ 67 പേരാണ് നമ്മളെ ഇഞ്ചുറി പറ്റിയിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും പരിക്കേറ്റവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുവെ അവരുടെ 4 പേരുടെ നില ഗുരുതരമാണെന്ന് നേരത്തെ താങ്കളുടെ PRO പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് അവസ്ഥ എന്താണ്? 2 പേര്, ഒരാളിപ്പം കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായിട്ട് കാത്ത് ലാബിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ആൾക്കാർക്കും ഹെഡ് ഇഞ്ചുറിയും അതേപോലെ ഇതുമാണ്, ഫ്രാക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്കാനിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഷാനവാസ്, നേരത്തെ വളരെ പുലർച്ചെ സംഭവിച്ച അപകടമായതുകൊണ്ട് ഈ ആവശ്യത്തിനുള്ള ആളുകളെ ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ വിന്യസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം ഇത് ഈ പറഞ്ഞ ചൂരൽമലയും മുണ്ടക്കൈയും ബന്ധിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലം ഒളിഞ്ഞു പോയതുകൊണ്ട് അങ്ങോട്ടേക്ക് ആളെ എത്തിക്കാൻ കഴിയുന്നു. ഞങ്ങൾ ആംബുലൻസും അവിടെ പോയി നിൽക്കുകയാണ്. മാത്രമല്ല ഈ അസമയത്തായതുകൊണ്ട് എല്ലാവരുടെയും മൊബൈൽ ബാറ്ററി ഔട്ട് ആവുകയും ചെയ്തു. അതുകൊണ്ട് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലെ 2000ഓളം സ്റ്റാഫിൽ 30% ആൾക്കാർ ആ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുപാട് സ്റ്റാഫുകൾ മിസ്സിംഗ് ആണ് ഇപ്പോഴും.